ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു വർക്കിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡേയുടെ ഹാഫ് ഡേ ആണ് കാണിക്കുന്നത്. ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് പോകുന്നത്. വലിയ ദൂരമൊന്നുമില്ല. നമുക്കിന്ന് 2 വർക്കാണുള്ളത്. ആദ്യം 3 പേരെ റെഡിയാക്കണം, അത് കഴിഞ്ഞിട്ട് പോയി 5 പേരെ റെഡിയാക്കണം. ഇന്ന് ടാസ്ക് പിടിച്ചൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ കാറിന് ഒരു ചെറിയ പണി കിട്ടി. അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ട് നിൽക്കുവാണ്. രാവിലെ തന്നെ സൺ കിസ്ഡ് ഗൈസ്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെയിലത്ത് നിന്ന് കുറച്ച് ഷോ കാണിക്കുകയാണ്. പിന്നെ നല്ല റോഡായതുകൊണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മുടെ റോഡ് ഇങ്ങനെയാണ്, നമ്മുടെ പഞ്ചായത്ത് അത്ര ശരിയല്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ അടുത്ത് എത്തി. ഇതാണ് എൻ്റെ ബ്രൈഡ്. ഇത് ഇന്നലെ ആയിരുന്നു അവരുടെ കല്യാണം. അപ്പോൾ ഇന്ന് റിസപ്ഷൻ മേക്കപ്പ് ചെയ്യാനാണ് ഞങ്ങളിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ബ്രൈഡ് കൂടാതെ ബ്രൈഡിൻ്റെ അനിയത്തിയും ബ്രൈഡിൻ്റെ ചേച്ചിയും ഇന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ബ്രൈഡിന് മോയ്സ്ചറൈസർ ഇട്ടു, ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വന്നപ്പോൾ തന്നെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മേക്കപ്പ് നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. രണ്ടാമത് നമ്മൾ പ്രൈമറാണ് കൊടുത്തിട്ടുള്ളത്. ബ്രൈഡിൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ നമ്മളൊരു ഓയിൽ പ്രൈമറാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ ബ്രൈഡ് ക്യാമറ കണ്ട ആൾ ഭയങ്കര സൈലൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പറയണേന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്നും പറയുന്നില്ല. വീഡിയോ ഓഫ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇഷ്ടങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഐ ഷാഡോൻ്റെ ഗ്ലിറ്റർ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോഴാണ് കൂടുതൽ കുറച്ച് ഫിനിഷിങ് കിട്ടുന്നത്. പിന്നെ ഞാൻ കാജൽ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും എഴുതി കൊടുക്കും. അപ്പം കുറച്ചുകൂടെ ഭംഗിയാണ്, കണ്ണ് കുറച്ചുകൂടെ വിടർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഞാൻ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ലൈനർ ഇട്ട് വരച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും, ഒരു കുറച്ച് സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലാഷ് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്. ബ്രൈഡിൻ്റെ ഫേസ് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ക്രീം പ്രോഡക്ട്സ് യൂസ് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. ക്രീം ബ്ലഷ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്. ചില മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഐബ്രോസ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഓരോരുത്തരെ കംഫർട്ടബിൾ ആണ്. എനിക്ക് കൂടുതലും മേക്കപ്പ് ചെയ്തതിന് ശേഷം ഐബ്രോ ഫില്ല് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ആദ്യമേ ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും ഭംഗിയായിട്ട് തോന്നുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് മേക്കപ്പ് ഓൾമോസ്റ്റ് കുറച്ച് ആയതിന് ശേഷം ഐബ്രോ ഫില്ല് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി തോന്നാറ്. എങ്കിലും എനിക്ക് കറക്റ്റായിട്ട് വരത്തുള്ളൂ അത്. ഞാൻ ഫേസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഫേസിലൊരു ഗ്ലോ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഞാനിതിൽ ഏത് പ്രോഡക്റ്റൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വീഡിയോ ഇടാം. ബ്രൈഡിൻ്റെ നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ബ്രൈഡിൻ്റെ അനിയത്തിയുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ അനിയത്തിക്ക് ജസ്റ്റ് ഹെയർ ഒന്ന് കേൾ ചെയ്തിട്ട് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ഫേസ് ടച്ചപ്പ്, സാരി ഒന്ന് ഡ്രേപ്പ് ചെയ്യണം. പിന്നെ അമ്മയാണ് ചേച്ചിയുടെ ഹെയർ പ്രെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഹെയർ പ്രെപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് കണ്ണിൽ നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരേ ഒരു കൺസേണേ ഉണ്ടായിരുന്നുള്ളൂ, ഡാർക്ക് സർക്കിൾ കവർ ആവണം. കാരണം ചേച്ചിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഡാർക്ക് സർക്കിളൊക്കെ കവർ ചെയ്ത് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചേച്ചി അത്യാവശ്യം മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ്. വന്നപ്പോഴേ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാളു എനിക്ക് ചേരുന്നത് എന്താണോ നീ അത് ചെയ്തോ, കുഴപ്പമില്ല, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഉണ്ടായിരുന്ന ഒരേ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാർക്ക് സർക്കിൾ കവർ ചെയ്യണം, അല്ലാതെ നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ നീ എൻ്റെ മുഖത്ത് കാണിച്ചോ എന്നായിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രൈഡിൻ്റെ അനിയത്തിൻ്റെ ഹെയറും ഫേസും സാരിയൊക്കെ സെറ്റായി. ഇതാണ് ഔട്ട്ലുക്ക്. ഇതാണ് ചേച്ചിയുടെ ഔട്ട്ലുക്കും ഇങ്ങനെയാണ്. ഇതാണ് ബ്രൈഡ്. അങ്ങനെ നമ്മുടെ ബ്രൈഡും ബ്രൈഡ് മെയ്ഡ്സും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ആ ചേച്ചി ഒരു ഗിഫ്റ്റ് തന്നു ഗൈസ്. ആ ബ്രൈഡിൻ്റെ ചേച്ചി എനിക്കൊരു പെർഫ്യൂം തന്നിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അവിടെ നിന്ന് ഒരു 45 മിനിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഗ്രൂമിൻ്റെ കസിൻസിനെയും സിസ്റ്ററിനെയാണ് ഒരുക്കാനുണ്ടായിരുന്നത്. ഇതൊക്കെ കസിൻസാണ്, 4 പേര്. അങ്ങനെ അവർക്ക് ചെറിയ ടച്ചപ്പ്, ചെറിയെന്ന് വെച്ചാൽ ലൈറ്റ് ടച്ചപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ലൈറ്റായിട്ട്. ബ്രൈഡിൻ്റെ സിസ്റ്ററിനും ചെറിയൊരു മേക്കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ബ്രൈഡിൻ്റെ സിസ്റ്റർ. ഫുൾ ലുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. ഒട്ടും സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ഇടയ്ക്കൊക്കെ എങ്ങനെയൊക്കെയോ ചെറിയ ക്ലിപ്പ് എടുത്തു. അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ കേൾസൊക്കെ ഇട്ട് ഫേസ് ലൈറ്റ് എടുത്ത് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കും ഞാൻ സൈഡായി ഗൈസ്. ഞാൻ തളർന്നു. രാവിലെ തൊട്ട് നെട്ടോട്ടമായിരുന്നു, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.